ഹലോ ഗൈസ്. അപ്പം സുമതി വളവ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. ആക്ച്വലി ഈ സുമതി വളവിനെ പറ്റി എന്താണെന്നുള്ള കാര്യം അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, ഈ സംഭവം എന്താണ്, അതൊക്കെ അറിയാനാണ് മെയിനായിട്ട് പോയി കണ്ടത്. പക്ഷെ ഞാൻ അവിടെ കണ്ടത് കുറേ അളിഞ്ഞ കോമഡിയും ഒരു അനാവശ്യ ലവ് സ്റ്റോറി. ഇതിൽ സുമതി എവിടെ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇതിൽ സുമതി എവിടെ? സുമതിനെ കാണിക്കുന്നില്ല. സുമതിയുടെ ഒരു സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശകലം ഒരു പിക്ചറായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സാറ്റിസ്ഫൈഡ് തോന്നിയില്ല എനിക്ക്. ഇതിൽ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ട ഡയറക്ടറിന്റെ പേര് വന്നിട്ട് വിഷ്ണു ശശി ശങ്കർ. പൂർ ഡയറക്ഷൻ പറഞ്ഞാൽ കൂതറ ഡയറക്ഷൻ ആയിരുന്നു. ഭയങ്കര പൂറായിരുന്നു ഡയറക്ഷൻ, ഒട്ടും പോരാ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോറി അഭിലാഷ് പിള്ളൈ, ഭയങ്കര വീക്ക് സ്റ്റോറി ആയിരുന്നു. സ്ക്രിപ്റ്റും ഊള സ്ക്രിപ്റ്റായിരുന്നു. ഓരോ സീൻ അത് ചേർന്ന ഒരു സീൻ കട്ടിങ് ഒക്കെ ഭയങ്കര ശോകമായിരുന്നു. ഒരാവശ്യമില്ലാത്ത ഒരു സീൻ കട്ടിങ്ങും വൻ ശോകമായിരുന്നു. സ്റ്റോറിയൊക്കെ നമുക്ക് ഒരു തൃപ്തിയില്ലാത്തൊരു വലിഞ്ഞ സ്റ്റോറി. പിന്നെ ഇതിൻ്റെ ആക്ട്രസ്, പുള്ളിക്കാരുടെ പേരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. എങ്കിൽ പോലും ഞാൻ പറയണ ഒരു ജോഡി ഇല്ലാത്ത ഒരു പൊരുത്തം, ഒരു സുഖമില്ല രണ്ടുപേർക്കും. ഒരു എന്താ പറയുക, സുഖമില്ലടി കാണാൻ. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി, ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. ആ സുമതി വളവിൻ്റെ ആദ്യം നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു ഹൊറർ ഭയങ്കര നല്ലോണം കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഹൊററൊന്നും അത്യാവശ്യമൊന്നും പോലും പറയില്ല, ഒന്നും കൊള്ളത്തില്ല. ഹൊറർ നമുക്കൊന്ന് പിടിച്ചിരുത്തുന്ന സംഭവങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ആപ്പാടെ കൊള്ളാനുള്ള ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ മാത്രമാണ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവരും വെറുപ്പിലാണ്. അർജുനാശോകനൊക്കെ ഇൻട്രൊഡക്ഷൻ തന്നെ വെറുപ്പിയിലാണ്. അത്രമാത്രം വെറുപ്പിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് പുള്ളിക്കാരൻ. അർജുനാശോകൻ ഒരു ഒറ്റയ്ക്കൊരു ഫിലിം പുൾ ഓഫ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരി ഇനിയും ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഭയങ്കര ബോറായിരുന്നു സത്യം പറയാൻ. ബോറെന്ന് പറഞ്ഞാൽ അതുഗ്രം ബോറായിരുന്നു. പിന്നെ ഇതിനകത്ത് മ്യൂസിക് രഞ്ജിൻ രാജ്, പുള്ളിക്കാരനൊക്കെ ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ്, നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ഇതിൽ എന്തിനാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ആ ഇൻട്രൊഡക്ഷൻ സോങ് എവിടെ തിരിഞ്ഞാലും പാട്ടാണ് ഒന്നാമത്തെ കാര്യം. ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പാട്ട്, ആ ഡയലോഗ് ഡെലിവറിയൊക്കെ ഊളെന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റ് ഡയലോഗ് ഡെലിവറിയൊക്കെ. പാട്ടിനെ പറ്റി ഒന്നും പറയണ്ട. പാട്ടിന് പറ്റിയ ഓഞ്ഞ കോറിയോഗ്രാഫി ഇതും ഡാൻസും. അയ്യോ എന്തൊരു ഓഞ്ഞ കോറിയോഗ്രാഫി ഡാൻസ്. പാട്ടൊന്നും ഒരു സാധ്യതയില്ല. പാട്ട് വരുമ്പോൾ തന്നെ നമ്മൾ തലേ കൈവയ്ക്കും. അങ്ങനെയാണ് എൻ്റെ പാട്ടൊക്കെ പോയിരിക്കുന്ന റൂട്ട്. ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. ആ ഗോകുലൊക്കെ വെറും വാഴയായി കാണും സത്യം പറഞ്ഞ ഈ പടത്തിൽ. ആ പാട് ഇതിൽ ബെറ്ററായിട്ട് തോന്നിയ ഒറ്റ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ഭരതൻ മാത്രമേ എനിക്ക് തോന്നിയത്. ബാക്കി വേറെ ആരും ഒരു ജീവനില്ല പടത്തിൽ. ചത്ത് എന്ന് പറഞ്ഞാൽ വെറും ചത്തിരിക്കുന്നു. പോരാ. കോമഡിയൊക്കെ വളുപ്പെന്ന് പറഞ്ഞാൽ മുട്ട വളുപ്പാണ് കോമഡി. ഒരു തേങ്ങയില്ല. സുമതിയുടെ ആദ്യത്തെ സീൻ, സുമതി ഒരാളെ തമിഴ് സ്റ്റോറിയൊക്കെ കാണിക്കുന്നത്, തമിഴ് ബേസ് എന്താണെന്ന് പോലും ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടില്ല. സുമതി ഒരാളുടെ വേഷത്തിൽ വന്നിട്ട് മാമ എന്നാണ് ഇൻട്രൊഡക്ഷനിലൊക്കെ പറയുന്നത്. വഞ്ഞയോ അച്ഛ സാധനം. സത്യം പറഞ്ഞാൽ വേച്ച ഇരിപ്പുണ്ട്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വെരി ബാഡ്. ഊളെന്ന് പറഞ്ഞാൽ വെറും ഊളപ്പടം, വേറെ ഒന്നും പറയില്ല. ബൈ.